ഇതാണ് പൊന്നാങ്കണ്ണി ചീര. ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് തോരൻ വയ്ക്കാം. ചീര ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഇതൊന്ന് അരിഞ്ഞിടാം. ഇനി ഇതിലേക്ക് കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുക്കാം. കുറച്ച് ചെറിയ ഉള്ളി, 2 പറ്റ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിടാം. ഈ നാളികേരത്തിലേക്ക് പാകത്തിനുള്ള ഉപ്പിടാം. സ്വല്പം മഞ്ഞൾപ്പൊടി ഇടാം. ഇതിലേക്ക് 2 നുള്ളു ജീരകം ഇടുന്നുണ്ട്, ചെറിയ ജീരകം. ഇത് താല്പര്യമുള്ളവർക്ക് ഇട്ടാൽ മതി. ഇതൊന്ന് ഒതുക്കി കൊണ്ടുവരാം. ഒതുക്കിയെടുത്തിട്ടുണ്ട്. ചീഞ്ചട്ടി അടപ്പത്ത് വെച്ച് കത്തിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് കടുക് ഇടാം. കടുക് പൊട്ടി കഴിഞ്ഞിട്ട് അതിലേക്ക് 2 വറ്റൽമുളക് ഇടാം. ചീര ഇടാം. ഇതേപോലെ ഒന്ന് ഒതുക്കി വെച്ചാൽ മതി. മൂടി വയ്ക്കണ്ട. മൂടി വെച്ച് വേവിക്കുമ്പോഴേ വെള്ളം വരും ഇതിൽ, അപ്പോൾ കുഴഞ്ഞിരിക്കും കറി. ചീരയിലേക്ക് പാകത്തിനുള്ള ഉപ്പിടാം. തീയൊന്ന് കുറച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് അരപ്പിടാം. നടുക്കൊന്ന് കുഴിച്ച് അതിലേക്ക് അരപ്പിട്ടാൽ മതി. ഇതൊന്ന് ആവി വരട്ടേക്കാം. ആവി വരുന്ന വരെ ഒന്ന് മൂടിക്കാം. ഓഫ് ചെയ്യാം.